കീർത്തികൾക്കും മേലുള്ള കറുത്ത മുറിവാണ് ലാലൂർ. കാലങ്ങളായി നഗരത്തിന്റെ വിഴുപ്പ് ഏറ്റുവാങ്ങുന്ന ഒരു ദേശത്തിന്റെ രോഷം മാലിന്യത്തോടുപോലെ വീണ്ടും കുത്തിയൊഴുകുകയാണ്. ലാലൂരിലേക്കുള്ള വഴികളിൽ പോലും മാലിന്യം തള്ളിയിരിക്കുന്നു. JCBയുടെ കരങ്ങളിൽ കോരിയെടുക്കുന്ന മാലിന്യ കൂമ്പാരത്തിലെ പുഴുക്കളും വണ്ടുകളും ഇഴഞ്ഞെത്തുന്നത് അടുത്തടുത്ത വീടുകളിലേക്ക്. കിണറുകളിലെ വെള്ളത്തിന് പോലും മലിനജലത്തിന്റെ ദുർഗന്ധം. വയറിളക്കവും പനിയും തുടങ്ങി H1N1 അടക്കമുള്ള പകർച്ചവ്യാധികളാൽ തളർത്തുന്നവർ മാത്രമുള്ള ഈ വീടുകളിലേക്ക് ആരോഗ്യവകുപ്പ് പോലും എത്തിനോക്കുന്നില്ല. മഴ പെയ്തതോടെ മാലിന്യ കൂമ്പാരം വെള്ളത്തിൽ മുങ്ങിയത് ദുരിതത്തിലാഴ്ത്തിയത് ഇവിടത്തെ 3000-ഓളം കുടുംബങ്ങളെയാണ്. പലരും തങ്ങളുടെ ഈ ദുരിതത്തിൽ പൊട്ടിത്തെറിച്ചു. വെള്ളം കെട്ടിക്കിടന്ന് വീട്ടുള്ളിലേക്ക് ഇറങ്ങി പുഴു, പ്രാണി, അതേമാതിരി അവരുടെ വീട്ടിലേക്ക് എന്തെല്ലാം സാധനങ്ങൾ, ഇരകള്, ചെള്ള്, വണ്ട്, ഇതൊക്കെ ഈ വെള്ളത്തിൽ കൂടെ ചെന്ന് ഓരോരുത്തരുടെ വീട്ടിലും ചെന്ന് നോക്കി നിങ്ങൾ പരിപുറത്തും നടക്കണം. എന്നിട്ട് ഇപ്പോഴും മേയർ ലാലൂർ സമരസമിതിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അയാൾ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ആന കുതിര എന്നൊക്കെ പറഞ്ഞ ആളാണ് ഇപ്പൊ കയറിയിരുന്ന് ഞങ്ങളെ കുറ്റം പറയുന്നത്. അസുഖമില്ലാത്ത വീടുകളില്ല. ഈ വർഷക്കാലം തുടങ്ങിയതോടെ ലാലൂരിൽ മൊത്തം വ്യാപിച്ചിരിക്കുന്ന പനി, ഛർദി, അതുപോലെ തന്നെ ഭീകരമായിട്ടുള്ള പക്ഷിപ്പനി പോലെയുള്ള പനികള്, കൊതുകിന്റെ പ്രശ്നങ്ങൾ അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. മാലിന്യ സംസ്കരണ കേന്ദ്രമായതുകൊണ്ട് തന്നെ ലാലൂരിൽ പ്രത്യേക ആരോഗ്യ ക്യാമ്പ് നടത്തണമെന്ന വർഷങ്ങളായുള്ള ആവശ്യമാണ്. പക്ഷെ ഓരോ മഴക്കാലവും ഇവിടത്തുകാർക്ക് ദുരിതം മാത്രം സമ്മാനിച്ചു മടങ്ങുമ്പോഴും ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കാനാണ് എല്ലാവർക്കും താല്പര്യം. നാട്ടുകാർ പറയുന്നതിൽ ചില ശരികളുണ്ട്. ലാലൂരിന്റെ സമര പോരാട്ടങ്ങൾക്ക് പിന്തുണ നൽകിയെത്തിയവരാണ് ഇപ്പോൾ നഗരം ഭരിക്കുന്നത്. അവർക്ക് എന്താണ് പറയാനുള്ളത്? ലാലൂരിനെ മറന്നിട്ടില്ലെന്ന് മേയർ IP പോൾ ന്യൂസ് വാച്ചിനോട് പറഞ്ഞു. ലാലൂര് പ്രശ്നം പരിഹരിക്കാൻ കോർപ്പറേഷൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട്. 40 വർഷക്കാലം നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് ലാലൂര്. ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ട് 7 മാസമായുള്ളൂ. 7 മാസക്കാലം കൊണ്ട് ഒരൊറ്റയടിക്ക് ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും എന്ന് പ്രതീക്ഷ ഞങ്ങൾക്കില്ല. പക്ഷെ പ്രശ്നം പരിഹരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. മാലിന്യ സംസ്കരണത്തിന് ഇനി എന്താണ് ചെയ്യാനുള്ളത്? ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും തദ്ദേശ സ്വയംഭരണ മന്ത്രിയെയും കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഒരു യോഗം കഴിഞ്ഞു, രണ്ടാമത്തെ യോഗം കൂടാൻ പോവുകയാണ്. ആ യോഗം 1-2 യോഗം കൂടി കഴിഞ്ഞാൽ ലാലൂർ പ്രശ്നം പരിഹരിക്കുവാൻ ഞങ്ങൾ മുന്നോട്ട് വരും. വാഗ്ദാനങ്ങൾ ഒരുപാട് കേട്ട നാട്ടുകാർക്ക് ഇനി നടപടിയാണ് ആവശ്യം. സർവ്വമാലിന്യങ്ങളും റോഡിൽ തള്ളി സുഖിക്കുന്ന നഗരവാസികളും ഇവരുടെ സങ്കടങ്ങൾക്ക് ഉത്തരം പറയേണ്ടതുണ്ട്. പദ്ധതി പരീക്ഷണങ്ങളുടെ പേരിൽ തുലച്ച ലക്ഷങ്ങൾക്ക് ബന്ധപ്പെട്ടവർ കണക്ക് പറയട്ടെ.